അപ്പോൾ ഇവിടെ ചില കമന്റുകളൊക്കെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അത്യാവശ്യം ഇവിടെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടപെട്ട് ഉണ്ട്. ഇത് ഇവിടെ ഏതൊക്കെ സാധനങ്ങളാണ് ഉള്ളത്? ഇത് മദ്യം ഏറ്റവും കൂടുതൽ. മദ്യം കൂടുതൽ അല്ലേ? ഈ നമ്മുടെ MDMA പോലുള്ള സാധനങ്ങളുണ്ടോ? രാസലഹരി ഉണ്ടോ? നിങ്ങള് ഭയക്കുന്നുണ്ടോ? ആരെങ്കിലും ഭീഷണിപ്പെടുത്തോ? വ്യാപകമായിട്ടില്ല. ഇവിടെ കുറച്ച് കുട്ടികൾ നമുക്ക് അവരുടെ കാര്യങ്ങൾ കൂടി ചോദിക്കാം. ആഷ്മി പൂ വാങ്ങിക്കൂ. ലക്ഷ്മി പൂ വാങ്ങിക്കൂ. താങ്ക് യു. അപ്പൊ രാവിലെ നമുക്ക് നല്ലൊരു റോസപ്പൂ കിട്ടി. എങ്ങനെ പേരെന്താ? എന്റെ പേര് KN ശശി. 3 പൂക്കളുമായിട്ട് അങ്ങ് വന്നു. അതെ. സന്തോഷം. അങ്ങ് എന്ത് ചെയ്യുന്നു? ഞാൻ KSRTC റിട്ടയറായി. 75 വയസ്സായി. അപ്പൊ പെൻഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ ചോദിക്കണ്ടേ? അതില്ല, അതല്ല കിട്ടാത്തത്. ഓണത്തിന് അല്ല വിഷുവിന് മുമ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. KSRTC മന്ത്രിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിർബന്ധമായിട്ട് കിട്ടുന്നാണല്ലോ പറയുന്നത്. പെൻഷൻ മാത്രമല്ല, ജീവനക്കാർക്ക് ജനാധിപത്യം കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണമെന്നാ പറഞ്ഞത്. സംതൃപ്തമായ സമൂഹം ഉണ്ടെങ്കിൽ വ്യവസായം നന്നായിട്ട് പോവുള്ളൂ. ഇപ്പം വണ്ടികളെല്ലാം ഒരുപാട് കുറഞ്ഞു, എന്നിട്ടും കളക്ഷനിൽ ഒരു കുറവില്ല എന്ന് അറിയുന്നത്. മിനിസ്റ്ററോട് എന്തായാലും പറയും കേട്ടോ. ഇങ്ങനെ പറഞ്ഞു, നീലേശ്വരത്ത് വെച്ച് പറഞ്ഞു. അപ്പൊ നമ്മളെ കുട്ടികള് കളികൾ വേണം. എന്താ വേണ്ടാത്ത എന്താ? പിന്നെ മോന്റെ പേരെന്താ? ഏത് ക്ലാസ്സിലാ മോൻ പഠിക്കുന്നേ? ഏത് സ്കൂളില്? അവനെ ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നാണോ എനിക്ക് സംശയമുണ്ട്. ആണോ ടീച്ചറെ? അല്ലല്ല. ഓക്കെ ടീച്ചറെ എന്താ പേര്? നാരായണി. ആ ടീച്ചറിന്റെ പേര് നമ്മൾ ചോദിച്ചില്ല. ഏത് സ്കൂളായത്? സ്കൂളിലെ സാർ പാർട്ടി പ്രവർത്തകയാണ്. പാർട്ടി പ്രവർത്തകയാണ്. ഓക്കെ. ഏത് പാർട്ടിയുടെ പ്രവർത്തക? CPM. ഓക്കെ. അപ്പൊ നോ പറയൂ ലഹരിയോട്. ഇതെന്തുവാ? ഇത് സൂപ്പർ സാധനമാണല്ലോ ഇത്. കാശ്മീർ ഈ സാധനം കണ്ടോ? ഇത് നമുക്ക് കോഴിക്കോടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയാലോ? ഇത് കൊള്ളാം. ഓക്കെ. കടൽ അല്ലേ? എത്ര അല്ലേ? ഓക്കെ. നിങ്ങളൊക്കെ? നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC അല്ലേ? യൂണിഫോം എന്താ? വൈറ്റ് ഉണ്ട്. അയ്യോ, ഇത് കണ്ടില്ലല്ലേ? ഇത് നമ്മളെ ആഷ്മിയേക്കാൾ പേരും ഉണ്ടല്ലോ. ഇത് ചേട്ടനെ ഒന്ന് കാണാനില്ല. ക്യാമറ കണ്ടോ ഇത് ചേട്ടനെ? ഓക്കെ. ഇത് ഭാരമുണ്ടോ ചേട്ടാ? ഇത് ഭാരമില്ല. ഓക്കെ. സംഭവം ഈ മദ്യം വേണ്ടെന്നുള്ളതാ അല്ലേ? മദ്യം വേണ്ട. മക്കളെ ഇങ്ങനെയുണ്ടോ കാര്യങ്ങളൊക്കെ കൂട്ടാ? കൂടേതാ? സ്കൂൾ നീലേശ്വരം അല്ലേ? ഓക്കെ. സ്കൂളൊക്കെ ഓക്കെ അല്ലേ? ഓക്കേടാ. നമ്മുടെ മക്കളെ ഇങ്ങോട്ട് നോക്കുന്നു. അവരെന്താ ഞങ്ങളോട് ചോദിക്കാം അല്ലേ? പെൺകുട്ടികളുണ്ട്. ഹലോ, നിങ്ങൾ എല്ലാ രാജാസാണോ? അതെ. നമ്മുടെ പോരാട്ടം എന്തിനെതിരെയാ? ലഹരിക്കെതിരെ. യാത്ര അറിഞ്ഞോ? നമ്മൾ യാത്ര അറിഞ്ഞോ? നിങ്ങള് എന്തോ യാത്ര? എന്തിനാ? നമ്മൾ കടൽ കാണാൻ പോകണോ? എന്തോ യാത്ര? എന്തിനായിരുന്നു നമ്മുടെ യാത്ര? ലഹരിക്കല്ല, ലഹരി വിരുദ്ധ യാത്ര കേട്ടോ. ഓക്കെ. ടെൻഷൻ അടിക്കുന്നത്. അങ്ങോട്ട് ആഷ്മി അങ്ങോട്ടൊന്ന് ചോദിച്ചു. അവരോടൊന്ന് ചോദിച്ചു. ഹലോ, ഹൗ ആർ യു? പേരെന്തുവാ? ധീരജ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രാജാസാണോ? ഒരു കാര്യം, മോന്റെ ഉയരത്തിൽ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് അല്ലേ? അവരൊരു 5 വയസ്സൂടെ ആകുമ്പോ ആഷ്മി താഴെ വീഴും. ഓക്കെ മോനെ. ഓക്കെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ലോട്ട്. അപ്പൊ നീളം കുറച്ച് നോക്കും കേട്ടോ. മോനെ എന്റെ ലീഡർ അല്ലേ? എന്താ പോസ്റ്റ് അത്? അതിന്റെ ഡെസിഗ്നേഷൻ എന്തുവാ? NCC ആണ്. ഓക്കെ മോളെ, ഇങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഓക്കെ. സ്കൂൾ ഏതാ? രാജാസാണോ? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? നന്മമരം എന്ന് പറയുന്ന കൂട്ടായ്മയാണ് കാഞ്ഞങ്ങാട്. സിനിമ നടിയാണ്. ഏത് സിനിമ അഭിനയിച്ചു? എന്നാ കേസ് കൊടു. അത് ഞാൻ വിചാരിച്ചത് എന്നോട് പറയുന്നേ. നമ്മുടെ സ്റ്റുഡിയോയിൽ സനൂപ് എന്നൊരാളുണ്ട്. നമ്മുടെ ഇവിടെ കാസർഗോഡുകാരനാ. അവിടെ ഇരുന്ന് എന്തൊക്കെയോ എന്നോട് ഇങ്ങോട്ട് എന്നാ കേസ് കൊണ്ട് ആ കക്ഷി അറിയത്തില്ല. അപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ട് പിന്നെ മേൽക്കുമേൽ ഗതി ഉണ്ടായോ? 10-11 സിനിമ വന്നു. അപ്പോ എന്റെ അമ്മ ബുക്കിംഗ് തുടരുന്നു. അപ്പൊ ക്യാമറ ഒന്ന് പറഞ്ഞു, പ്രൊഡ്യൂസർമാർ ജാഗ്രത പാലിക്കുക, യഥാവിധം അറിയിച്ചാൽ സിനിമയിൽ അഭിനയിക്കും. ഓക്കെ. പേര് പോലുള്ള ബോറന്മാർക്ക് അറിയത്തില്ല ഇതൊരു പ്രമുഖ നടിയായി നിൽക്കുന്നു എന്നുള്ളത് അല്ലേ? ടീച്ചറും കൂടിയാണ്. ഇതൊരു സൈഡ് ബിസിനസ്സാ. ഇതൊരു മെയിൻ ബിസിനസ്സായി ശ്രീദേവിയെ പോലെ അറിയപ്പെടട്ടെ നമ്മൾ.
അല്ല SK ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടല്ലോ, വലിയ പ്രശസ്തമായ സ്കൂളാണ്. നമ്മുടെ സ്കൂൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഒരുപാട് കലാകാരന്മാരെ വാർത്തെടുത്തിട്ടുള്ള സ്കൂളാണ്. ഇതാണ് മെക്സെവന്റെ ആളുകൾ. നന്മവരം കൂട്ടായ്മ എന്ന് പറഞ്ഞ തെരുവിലെ കുട്ടികൾക്ക് ഒരുപാട് സഹായമാണ്. തെരുവിലെ കുട്ടികൾ നമ്മൾ തെരുവിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു 5 വർഷമായിട്ട് ഒരു ദിവസം മുടങ്ങാതെ ഭക്ഷണം കൊടുത്തു. ടീച്ചറാണോ? ഉച്ചയ്ക്ക് പേരെന്താ? പറ്റുവാണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് നമ്മളെ ഭാഗത്തേക്ക് വരാണെങ്കിൽ അപ്പൊ നമ്മൾ ഈ മേക്സവൻകാര് എല്ലാ നിങ്ങളില്ലാത്ത എവിടെയുണ്ടോ? പ്രവർത്തനങ്ങൾക്കും മേക്ക് 7 കോട്ടപ്പുറം ഹെൽത്ത് ക്ലബ്. നിങ്ങൾ കോഴിക്കോട് വരൂ. കോഴിക്കോട് വരൂ. നിങ്ങളുടെ പേരെന്താ? അബ്ദുൽ കരീം. നല്ല ഉറക്കം. ഓക്കെ, നന്നായിരുന്നു. ഈ മെക്സവൻ ഇല്ലാത്ത എവിടെയുണ്ടോ? അബ്ദുള്ള കമ്മാടം. താങ്കളോ? ഹൈദർ കോട്ടപ്പുറം. ഫാറൂഖ് നീലേശ്വരം. അബ്ദുൾ റസാഖ് അരിഞ്ചിര. ഇത് എല്ലാവർക്കും താല്പര്യമുണ്ടല്ലേ? ഓക്കെ, സന്തോഷം. നിങ്ങൾ എല്ലാവരും കോഴിക്കോടൊക്കെ വേണം. നമുക്കൊന്ന് നമുക്കൊന്ന് എവരെയൊന്ന് വരണം. ഓക്കെ, ഈ അമ്മമാരെ നമ്മള് ഓൾറെഡി നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി നിരന്തരമായി പോരാടുന്ന ആളാണ് ഞാൻ. നിരന്തരമായി പോരാടുന്ന ആളാണ് ഞാൻ. ഒരു കട ഞാൻ പൂട്ടിച്ചിട്ടുണ്ട്. എന്താ പേര്? എന്റെ പേര് മജീദ്. ഒരു കട പൂട്ടിച്ചു. ഒരു കട പൂട്ടിച്ചിട്ടുണ്ട്. എവിടുത്തെ കട പൂട്ടിച്ചേ? ഒരു ഈ നാട്ടിൽ നേരത്തെ അറിഞ്ഞ് നമ്മൾ എല്ലായിടും കുറെ കട പൂട്ടിക്കാണ്ടായിരുന്നു. അല്ല ഇപ്പൊ ഡിവൈഎസ്പി ബാബു പേരിങ്ങോത്ത് പറഞ്ഞ അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടക്കുന്നത് ഈ ധീര എന്നൊരു പരിപാടിയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ ഒരു മൗനം ഒരു തലമുറ ഇല്ലാതാക്കും. അത് വളരെ കറക്റ്റാണ്. നമ്മുടെ ഒരു മൗനം ഒരു തലമുറയെ ഇല്ലാതാക്കും. മൗനത്തിലാകരുത്. അതെ, മൗനത്തിലാകരുത്. ഇപ്പൊ എനിക്ക് ഭീഷണിയുണ്ട്. പക്ഷെ അത് ഞാൻ ഭീഷണി വെച്ചാൽ അതായത് ഈ പിന്നെ കൈവിട്ടത് അങ്ങനെയല്ല, ഏത് സമയത്തും ഒരു അറ്റാക്ക് ഉണ്ടാവും. അല്ല, എനിക്ക് സംശയമുണ്ട്. കാരണം ഇവര് മാഫിയകളാണ്. ഇത് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഇതിപ്പോ ഏത് ഈ അറ്റാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ അറ്റാക്ക് നിലനിൽക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല, കൂട്ടിട്ട് ഇപ്പൊ ചേട്ടന്റെ കടയൊന്നും എളുപ്പം അങ്ങനെ ആർക്കും പൂട്ടാൻ പറ്റത്തില്ല. ചേട്ടാ ധൈര്യമായിട്ടില്ലേ? ഇവിടെ ഞങ്ങളുടെ കഴുത്തെ തല കാണുന്നതുകൊണ്ട് 3 മാസമായി. ഇപ്പോഴും ഇരിക്കില്ലേ തല കഴുത്ത്? എനിക്ക് പറയാനുള്ള എന്തെന്നറിയാം, ഈ മൗനം നമ്മളെ സമൂഹം ഒന്ന് ഉണരണം. ചേട്ടൻ വിൽപ്പത്രം ഒന്നും എഴുതി വെക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും കേട്ടോ. ധൈര്യം ഉണ്ട്, കരുത്തോടെ ഉണ്ട് കേട്ടോ.